നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഇത്തവണ കുറവ്. ശക്തമായ മഴയും കാറ്റും. ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയും കാറ്റും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ നടത്തുന്ന സ്വൈര്യവിഹാരം തുടരുകയാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുന്നത് തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലകളിലേക്കെത്തുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപകം നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം നിർത്തിയിടുന്ന വാഹനങ്ങൾക്കും കാട്ടാന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്കു നേരെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ കാട്ടാന ഇടയ്ക്കിടെ ഗതാഗത തടസ്സവും തീർക്കുന്നു. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്നു പടയപ്പയ്ക്കെങ്കിലും ഇപ്പോൾ കാട്ടാന ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോ എന്ന ആശങ്കയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. സിറ്റിവിഷൻ മൂന്നാർ. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് പറഞ്ഞു. CP മാത്യുവിന്റെ അധിക്ഷേപത്തിനിരയായ ലിസി ഇന്ന് ഇടുക്കി പോലീസിൽ മൊഴി നൽകി. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മുൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രനെ ഉൾപ്പെടെ അധിക്ഷേപിച്ച CP മാത്യു തന്റെ പതിവ് ശൈലി തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്ന് ലിസി ജോസ് ആരോപിച്ചു. ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും ഇയാൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാത്തത് അവർ സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്നതിന് ഇയാൾക്ക് ഒത്താശ ചെയ്യുന്നതിന്റെ തെളിവാണ് എന്നാണ് ലിസി ജോസ് ആവർത്തിക്കുന്നത്. റോയി കെ പൗലോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വാഴത്തോപ്പ് പള്ളിത്താഴത്ത് വെച്ചാണ് ലിസി ജോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് CP മാത്യു പ്രസംഗിച്ചത്. മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ കോൺഗ്രസ് നേതാവായ രാജേശ്വരിയോട് താൻ ബ്ലൗസ് വലിച്ചുപറിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും 50ഓളം യുവാക്കളെ കാപ്പിപ്പത്തലുമായി സംഘർഷത്തിന് തയ്യാറാക്കി രംഗത്തിറക്കിയിരുന്നു എന്നും CP മാത്യു വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് മാധ്യമങ്ങളിൽ വന്നതോടുകൂടി ഇയാൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ CP മാത്യുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. എന്നിട്ടും ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള ഒരു നടപടിയും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ലിസി ജോസ് തന്റെ പരാതിയുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആകമാനം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ബ്ലൗസ് വലിച്ചു കീറി പ്രതികരിക്കണം എന്ന് രാജേശ്വരിയോട് CP മാത്യു ആഹ്വാനം ചെയ്യുന്നത്. ആ ഒപ്പം ഞാൻ സായിപ്പിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചതും എനിക്ക് മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ മൊഴി കൊടുത്തപ്പോൾ
ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDFിൻ്റെ നേതൃത്വത്തിൻ്റെ നല്ല അറിവോടും സപ്പോർട്ടോടും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ അതിനൊരു താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ നിന്നും ഒഴിവാകണം എന്ന് പറയുകയോ ചെയ്തിട്ടുള്ളതായിട്ട് ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ എല്ലാം സപ്പോർട്ട് ഇതിനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. CP മാത്യു രാജിവെക്കുക മാത്രമല്ല സ്ത്രീ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയണമെന്നും ലിസി ജോസ് ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ ഇടുക്കി. ശക്തമായ മഴയും കാറ്റും ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയും കാറ്റും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ചന്ദൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചു. മേൽക്കൂരകൾ തകർന്നു. ജീവിതോപാധികൾ നഷ്ടപ്പെട്ട തൊഴിലാളികൾ ഇന്ന് അനിശ്ചിതത്വത്തിന്റെയും ഭീതിയുടെയും നടുവിലാണ്. HML കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയൺസ് ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ തകർന്നു വീണു. ശക്തമായ കാറ്റിനൊപ്പം പെയ്ത മഴ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കി. ഇതോടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും വ്യാപകമായി നശിച്ചു. പല കുടുംബങ്ങളും സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അറുമുഖം, സുന്ദർ, ലീല, മുരുകൻ എന്നിവരടക്കമുള്ള നിരവധി തൊഴിലാളികളുടെ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. ഷീറ്റ് പാളികൾ പറന്നുപോയതോടെ മഴവെള്ളം വീടിനുള്ളിലേക്ക് കയറി. നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ നശിച്ചു. പലരും മറ്റിടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം നേരിടുകയാണ്. 9 മണിക്കെല്ലാം ഭയങ്കരമാണ് മഴയും കാറ്റും ഭയങ്കര കാറ്റ്. ഓടെല്ലാം കംപ്ലീറ്റ് പിഞ്ചു തെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുனால TV, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. பயங்கர சேதம். அது சர்க்கார் எதனாலும் ஒரு உதவி, TV, வாஷிங் மிஷின் எல்லாமே போச்சு. പന്നിയാർ എസ്റ്റേറ്റിലെ പൂപ്പാറ ഡിവിഷനിലെ ലയൺസ് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. ഏകദേശം 120ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ 500ഓളം ആളുകളാണ് താമസിക്കുന്നത്. 62 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇതിനകം തന്നെ വിള്ളലുകൾ വീണ അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും കൂടുതൽ തകരാറിലായി. ഇവരുടെ ദുരിതം തുടങ്ങിയിട്ട് ഏതാണ്ട് 62 വർഷക്കാലമായി ഈ കമ്പനിയുടെ ക്വാർട്ടേഴ്സുകൾ പണിതിട്ട് യാതൊരുവിധ മെയിൻ്റനൻസും ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഈ കമ്പനിക്കകത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയ ദുരന്തപൂർണ്ണമാണ്. ഇന്നലെ 9 മണിയോടുകൂടി വലിയ ഇടിവെട്ടും കാറ്റും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഷീറ്റുകളെല്ലാം കാറ്റെടുത്തുകൊണ്ട് പോവുകയും നിരവധിയായ ക്വാർട്ടേഴ്സുകൾക്കാണ് ഇപ്പോൾ ഇതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തൊഴിലാളികളെല്ലാം രാത്രി 2-3 വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിവിശേഷം, കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടുന്ന സ്ഥിതിവിശേഷം വരെയും ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടങ്ങളിലെ ഇടുങ്ങിയ മുറികളിലാണ് 4-5 പേർ അടങ്ങുന്ന കുടുംബങ്ങൾ കഴിയുന്നത്. മഴയും കാറ്റും കാരണം ഈ ദുരവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവരാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ HMLന്റെ ഏകദേശം നമ്മുടെ പൂപ്പാറ ഡിവിഷനിലെ 21 ലൈൻസും ഉണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പ് പണിത ലൈൻസുകളാണ്. നാളിതുവരെ ഇതൊരു നവീകരണമോ ഒന്നും ചെയ്യാതെ ഇവിടുത്തെ തൊഴിലാളികൾ പറഞ്ഞ വലിയ ദുരിതത്തില. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ബാധിത കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും പഴകിയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനുമുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടുക്കിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളോടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തൊഴിലാളി കോളനികളുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും മുന്നോട്ട് വരികയാണ്. സിറ്റി വിഷൻ, രാജകുമാരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഇത്തവണ കുറവ് സംഭവിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ 17,069 പേരുടെ കുറവാണ് ഇത്തവണ ജില്ലയിൽ വോട്ട് ചെയ്തതിൽ വന്നിട്ടുള്ളത്. തൊടുപുഴ ഒഴികെ എല്ലായിടത്തും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനമായ 71.78% മറികടന്ന് ഇത്തവണ പോളിംഗ് 77.15% എത്തിയിരുന്നു. എന്നാൽ വോട്ട് ചെയ്തവരുടെ കാര്യത്തിൽ 17,069 പേരുടെ കുറവാണ് ഇത്തവണ ജില്ലയിലുണ്ടായിട്ടുള്ളത്.
അതായത് കഴിഞ്ഞ തവണ 6,38,422 പേർ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്തത് 6,21,373 പേർ മാത്രമാണ്. 5 മണ്ഡലങ്ങളിൽ തൊടുപുഴയിലൊഴികെ എല്ലായിടത്തും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറഞ്ഞു. പോസ്റ്റൽ വോട്ടുകൾ കൂടി ചേർക്കുമ്പോൾ കണക്കിൽ വ്യത്യാസം വരാം. തൊടുപുഴ ഒഴികെയുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ SIR വഴി 15,000-ന് മുകളിൽ വോട്ടർമാരുടെ കുറവ് ഇത്തവണ ഉണ്ടായിരുന്നു. ഇതാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തവണ ജില്ലയിലെ ആകെ വോട്ട് 8,89,425 ആയിരുന്നു. ഇത്തവണ അത് 8,54,227 കുറഞ്ഞു. 3,12,207 പുരുഷന്മാരും 3,09,160 സ്ത്രീകളും 6 ട്രാൻസ്ജെൻഡേഴ്സും ഇത്തവണ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 1,15,574 പേർ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് 1,10,10,780 കുറഞ്ഞു. എന്നാൽ പോളിംഗ് ശതമാനം 68.34 നിന്നും 77.87 ഉയർന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. വോട്ടെടുപ്പ് ദിവസം രാജകുമാരിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി CPM പ്രാദേശിക നേതൃത്വം. കോൺഗ്രസ് നേതാവ് റോയി ചാത്തനാട്ടിന് മർദ്ദനമേറ്റ സംഭവത്തിൽ CPMന് പങ്കില്ല എന്നും എന്നാൽ ഖജനാപ്പാറയിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ കോൺഗ്രസ് മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും CPM നേതാക്കൾ ആരോപിച്ചു. നിരപരാധികളെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയതെന്നും ജയിലിലുള്ളവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരുന്നു രാജകുമാരി ഖജനാപ്പാറയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനെതിരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെ 3 പേർ റിമാൻഡിലാണ്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയെന്നാണ് റോയിയുടെ പരാതി. സംഭവത്തിൽ CPMന് പങ്കില്ലെന്നും അറസ്റ്റിലായവർ അവരുടെ തോട്ടത്തിൽ പോയി മടങ്ങുന്ന വഴിയിലാണ്, അതുകൊണ്ടാണ് വാക്കത്തി വാഹനത്തിലുണ്ടായിരുന്നതെന്നും എന്നാൽ വോട്ടിംഗ് കഴിഞ്ഞ ശേഷം ബൂത്തും പരിസരത്ത് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിന്ന് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കിയതെന്നുമാണ് CPM പറയുന്നത്. തെരഞ്ഞെടുപ്പ് 6 മണിക്ക് കഴിഞ്ഞു. ഞങ്ങളെല്ലാം പോയി. ഞാൻ മുരിക്കത്തൊട്ടിലുണ്ടായിരുന്നു. രാജാറാമും മുരുകനൊക്കെ വേറെ വഴി കൂടെ പോയി. ഞങ്ങൾ കണക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അവരെങ്ങാണ്ട് തോട്ടത്തിൽ പോയിട്ട് വന്നവരാണ്. ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി. ആ പാവങ്ങളെ തല്ലി. എന്നിട്ട് അവരുടെ തലയിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ചു. അവരുടെ വാക്കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വാക്കത്തി അവർ തോട്ടത്തിൽ പോയിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ തോട്ടം തൊട്ടടുത്താണ് അവരുടെ തോട്ടം. പോയിട്ട് വന്നപ്പോൾ ഇവർ കൂട്ടം കൂടി 100-200 ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ. പ്രശ്നത്തിൽ കോൺഗ്രസും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും ഖജനാപ്പാറയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്നും CPM പ്രാദേശിക നേതൃത്വം അറിയിച്ചു. അതേസമയം നിരപരാധികളായവരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അവരോടൊപ്പമാണെന്നും അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇനി 100% നിൽക്കുക. അവർക്ക് വേണ്ടി 100% നിൽക്കും. എന്താണെന്ന് വെച്ചാൽ പാവങ്ങളെയാണ് തല്ലിയേക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാക്കി അകത്ത് കൊണ്ടാക്കിയേക്കുന്നത്. അവരെ വടിവാളുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ നുണയല്ലേ, കള്ള നുണയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. CP മാത്യു എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഉടുമ്പൻചോലയിൽ CPM പരാജയഭീതിയിലാണ് ആക്രമണം നടത്തുന്നതെന്ന് റോയ് ചാത്തനാട്ടിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം DCC പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചിരുന്നു. എന്നാൽ DCC പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉടുമ്പൻചോലയിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെന്നും നേതാക്കൾ അറിയിച്ചു. CPM രാജക്കാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. രവി, P. രാജാറാം, ഖജനാപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. മുരുകൻ, രാജകുമാരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AP റോയ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടിയില്ല. ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്കത് കൂടുതൽ സഹായകരമാകും. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യം അനന്തമായി നീളുന്നു. ഈ സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. അടിമാലി മേഖലയിൽ 2 എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കത് കൂടുതൽ സഹായകരമാകും. അത് അപ്ഗ്രേഡ് ചെയ്ത് +2 അനുവദിക്കാനുള്ള വലിയ രീതിയിലുള്ള നടപടികളും ഇടപെടലുകളും പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന MLAയും പുതിയതായിട്ട് ചാർജ് ഏറ്റെടുക്കുന്ന മന്ത്രിസഭയും തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. വെള്ളത്തുവലിലും കുഞ്ചിത്തണ്ണിയിലും ബൈസൺവാലിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തോട്ടം മേഖലയിൽ നിന്നും
ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിൽ എത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ. യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിനു പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മതിയായ ഇടമുണ്ടെന്നിരിക്കെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിക്കുകയാണ്. സിറ്റി വിഷൻ, അടിമാലി. രാജക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരാഴ്ചയിലധികം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പാന്റും ഷർട്ടും ധരിച്ച നിലയിലുള്ള മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ്. രാജക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 2-ന് സേനാപതി മുക്കുടിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹമാണിതെന്ന് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന വേറിട്ടൊരു സംരംഭത്തിന് ഇടുക്കിയിൽ തുടക്കമായി. ഇടുക്കി ജില്ലയുടെ ഭൂപ്രകൃതിയും ജലവൈദ്യുത പദ്ധതികളുമെല്ലാം ഭീമാകാരമായ 3D മിനിയേച്ചർ രൂപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗോഷൻ എഡ്യു പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ഇടുക്കി മരിയപുരം റോഡിൽ ഇടുക്കി ടൗണിന് സമീപം ഗോഷൻ എഡ്യു പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കിയുടെയും സമീപ ജില്ലകളുടെയും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളുടെയും എല്ലാം പൂർണ്ണരൂപം ഭീമാകാരമായ 3D മിനിയേച്ചർ മോഡലുകളിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലകൾ, പുഴകൾ, ഡാമുകൾ, റോഡുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം ശബ്ദദൃശ്യ വിന്യാസങ്ങളുടെ അകമ്പടിയോടെ സന്ദർശകർക്ക് ആസ്വദിക്കാം. വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് എന്ന ആശയവുമായി എത്തിയ ഗോഷൻ എഡ്യു പാർക്ക് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന തലമുറയെ കൂടുതൽ അറിവും പ്രാപ്തിയും ഉള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ പറയപ്പെടുന്ന ഇടുക്കി ഡാമിനെ കുറിച്ചും അതിൻ്റെതായ സാധ്യതകൾ, പവർ ജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു മിനിയേച്ചർ അത് സ്ഥാപിക്കുക എന്നുള്ളത് ഏറെ ആവേശകരമാണ്. അതോടൊപ്പം തന്നെ ടൂറിസം സാധ്യതകൾ നല്ലവണ്ണമുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്ത് വന്നു പോകുന്നവരാണ്. അവർക്ക് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പോകാനുള്ള ഒരു നല്ല അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. പാർക്കിലെ മിനി തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ള ഇടുക്കി ഡാം പ്രോജക്റ്റിന്റെയും മൂലമറ്റം പവർ ഹൗസിന്റെയും ലൈവ് ഷോയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഇടുക്കി ചെറുതോണി കുളമാവ് ഡാമുകളെക്കുറിച്ചും കൂറ്റൻ ടർബൈനുകളെക്കുറിച്ചും വൈദ്യുതി പ്രസരണത്തിന് തയ്യാറാക്കുന്ന സബ്സ്റ്റേഷനുകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഈ 3D വർക്കിംഗ് ലൈവ് മോഡലിലൂടെ ലഭിക്കും. കോതമംഗലത്തെ ക്രിയ ഡിസൈൻ ആർട്ട് ഹബ്ബാണ് കേരളത്തിൽ തന്നെ ആദ്യമായുള്ള ഈ വേറിട്ട സംരംഭം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ക്രിയ ഡിസൈൻസ് ആർട്ട് ഹബ് ഡയറക്ടറും ചിത്രകാരനും സാഹിത്യകാരനുമായ സിജു പുന്നക്കോട്ടാണ് ഈ സംരംഭത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. അതുപോലുള്ള ഒരുപാട് പ്രത്യേകതകൾ
പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാറിൻ്റെ 3/4 ഭാഗം ഒഴുകുന്ന ഇടുക്കി ജില്ലയിലൂടെയാണ്. അതുപോലെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ 60% ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ഡാമിലെ ആ പ്രോജക്റ്റിൽ നിന്നാണ്, മൂലമറ്റം പവർ ഹൗസിൽ നിന്നാണ്. അതുപോലെ മറ്റ് ചെറുതും വലുതുമായ ഒരുപാട് അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും ജലസേചന പദ്ധതികളാണ് ഇടുക്കിയിലുള്ളത്. ഇതുപോലൊരു ജില്ല വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇടുക്കി പോലെ ഇത്രയേറെ വൈവിധ്യമാർന്ന ഒരു ജില്ല ഈ ഇടുക്കി ജില്ല മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP ഉസ്മാൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. വിനോദത്തിലൂടെ സയൻസ് തത്വങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സയൻസ് പാർക്ക്, കേരളീയ ചീനവല, കാറ്റാടി യന്ത്രം എന്നിവയുടെ മോഡലുകൾ, കുട്ടികൾക്കായുള്ള മിനി ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും ഗോഷൻ എഡ്ജ് പാർക്കിന്റെ മാറ്റുകൂട്ടുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ പാർക്ക് ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാവുകയാണ്. ഗോഷൻ എഡ്ജ് പാർക്ക് മാനേജിംഗ് ഡയറക്ടർ KV പോൾ, മാനേജർ ടോമി ജോസഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ, SNDP ശാഖാ പ്രസിഡന്റ് മഹേന്ദ്രൻ ശാന്തി, പ്രതീഷ് പ്രഭ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സിറ്റി വിഷൻ ഇടുക്കി. മറയൂരിൽ ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുന്നു. കാപ്പി സ്റ്റോറിൽ മണികണ്ഠന്റെ 2 പശുക്കളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ പ്രദേശവാസികൾ വീണ്ടും ഭീതിയിലായി. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. മറയൂരിന് സമീപം തേയിലത്തോട്ടങ്ങളിൽ മേയാൻ വിടുന്ന കന്നുകാലികളെ ആക്രമിച്ച് കൊന്നിരുന്ന കടുവയെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പിടികൂടിയെങ്കിലും വീണ്ടും പ്രദേശത്ത് കടുവയുടെ ആക്രമണം തുടരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കഴിഞ്ഞ ദിവസം കാപ്പി സ്റ്റോറിൽ മണികണ്ഠന്റെ 2 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കടുവ മാർച്ച് 31-ന് പാമ്പൻമലയെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ അകപ്പെട്ടിരുന്നു. ഈ കടുവയെ വനംവകുപ്പ് പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിടുകയും ചെയ്തു. കടുവയുടെ ആക്രമണം ഒഴിഞ്ഞതായി ആശ്വസിച്ചിരുന്ന തോട്ടം തൊഴിലാളികൾ കന്നുകാലികളെ മേയാൻ തേയിലത്തോട്ടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും വീണ്ടും അഴിച്ചുവിട്ടു തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ ചത്തത്. കടുവയുടെ സാന്നിധ്യം പ്രദേശവാസികളെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. സിറ്റി വിഷൻ മൂന്നാർ. കൃപാഭിഷേകം ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ 15 മുതൽ 19 വരെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമ്മനാൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ കൃപാഭിഷേകം ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 15 മുതൽ 19 വരെ വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അണക്കര മരിയൻ റീട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമ്മനാൽ നേതൃത്വം നൽകുന്ന ടീമാണ് കൺവെൻഷൻ നയിക്കുന്നത്. 15-ന് വൈകിട്ട് 4-ന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ശേഷം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, രൂപതയിലെ ഫൊറോന വികാരിമാർ എന്നിവർ നേതൃത്വം നൽകും. കൺവെൻഷന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയെന്നും കൺവെൻഷന് 10,000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നും എല്ലാ ദിവസവും കൺവെൻഷൻ സമാപിക്കുമ്പോൾ വിവിധ മേഖലകളിലേക്ക് പോകാൻ വാഹന സൗകര്യമുണ്ടായിരിക്കുമെന്നും കൺവെൻഷൻ ദിവസങ്ങളിൽ കുമ്പസാരത്തിനും കൗൺസിലിങ്ങിനും സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. മരിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാച്ചനും ടീമംഗങ്ങളുമാണ് ഈ കൺവെൻഷൻ നേതൃത്വം നൽകുന്നത്. പ്രാരംഭ ദിവസമായ 15-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാന അഭിനയ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് അർപ്പിക്കുകയും തുടർന്ന് കൺവെൻഷൻ ഔപചാരികം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് 3:30-ക്ക് ജപമാലയും തുടർന്ന് 4 മണിക്ക് വിശുദ്ധ കുർബാനയും അതിനുശേഷമായിരിക്കും വചനശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുക. സമാപന ദിവസമായ 19-ന് ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമാപന സന്ദേശം നൽകുമെന്നും ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജകുമാരി പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ, ഫാദർ അലക്സ് ചേന്നംകുളം, ഫാദർ ടോണി കുഴുപ്പിൽ, കൈക്കാരന്മാർ, പബ്ലിസിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്.
ആംഗ്ലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും നവബിഷപ്പിന് സ്വീകരണവും വിരമിക്കുന്ന ബിഷപ്പിന്റെ യാത്രയയപ്പും ഏപ്രിൽ 14-15 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആംഗ്ലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും നവബിഷപ്പിന് സ്വീകരണവും വിരമിക്കുന്ന ബിഷപ്പിന്റെ യാത്രയയപ്പും ഏപ്രിൽ 14-15 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികളായ ബിഷപ്പ് റവറൻ ഡോക്ടർ ജോൺ കുര്യാക്കോസ് തെക്കേടത്ത്, വൈദിക സെക്രട്ടറി റവറൻ ജോമോൻ പുളിക്കൽ, ജനറൽ കൺവീനർ റവറൻ ഷാജി പോൾ, പബ്ലിസിറ്റി കൺവീനർ PI അനിൽ എന്നിവർ അറിയിച്ചു. ഭദ്രാസനത്തിന്റെ 35ാമത് കൺവെൻഷനോടനുബന്ധിച്ച് ഏപ്രിൽ 14-15 തീയതികളായിട്ട് രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂളിൽ വെച്ച് 2 ദിവസത്തെ കൺവെൻഷൻ നടത്തപ്പെടും. ഭദ്രാസന ബിഷപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിക്കും. 2 ദിവസത്തെ കൺവെൻഷനിൽ അഭിനന്ദയ ആംഗ്ലിക് സഭയുടെ ആർച്ച് ബിഷപ്പ് മോസ്റ്റർ ഡോക്ടർ ലേവി ജോസഫ് ഐക്കര, ബിഷപ്പ് ജോൺ ചെടിയതറ, ബിഷപ്പ് ജോൺ കുര്യാക്കോസ് തെക്കേടത്ത്, ബ്രദർ ജോർജ് അച്ഛൻ തുടങ്ങിയവർ പ്രസംഗിക്കുന്നു. 14 വൈകിട്ട് 6-ന് റവറൻ ഷാജി പോളിന്റെ നേതൃത്വത്തിൽ മുനിയറ സെന്റ് മാത്യൂസ് കത്തീഡ്രൽ ടീമിന്റെ ഗാനശുശ്രൂഷ, 7-ന് റവറൻ റോയി ജോൺ നയിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, 7:15-ന് ഭദ്രാസന ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 8-ന് വചനശുശ്രൂഷ റവറൻ ബാബു ജോർജ്, 15-ന് രാവിലെ 10 മുതൽ 1 വരെ ധ്യാനയോഗവും പ്രവർത്തക സമ്മേളനവും ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്തിന്റെ അധ്യക്ഷതയിൽ നടക്കും. പ്രാർത്ഥന നയിക്കുന്നത് കാനൻ PD സെബാസ്റ്റ്യൻ, വചന സന്ദേശം കാനൻ PJ സണ്ണി. വൈകിട്ട് 4 മുതൽ പൊതുസമ്മേളനവും നവഭദ്രാസന ബിഷപ്പിന് സ്വീകരണവും റിട്ടയർഡ് ബിഷപ്പിന് യാത്രയയപ്പും ആംഗ്ലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ ലെവി ജോസഫ് ഐക്കര അധ്യക്ഷത വഹിക്കും. വൈദിക സെക്രട്ടറി റവറൻ ജോമോൻ പുളിക്കൽ സ്വാഗതവും സെക്രട്ടറി MU ഹാബേൽ നന്ദിയും അർപ്പിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡീൻ കുര്യാക്കോസ് MP ഉപഹാര സമർപ്പണം നടത്തും. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, G ശങ്കർകുമാർ, P രാജാറാം, വിപിൻ C അഗസ്റ്റിൻ, മിനി ബേബി, KM സുധീർ എന്നിവർ പ്രസംഗിക്കും. തുടർന്ന് 6-ന് റവറൻ ഡോക്ടർ ലേവി പള്ളിപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷ, 7-ന് കാനൻ EJ ജോസഫ് നയിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന, 7:15-ന് വചന ശുശ്രൂഷ റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ ചെട്ടിയാത്തറ, 8:15-ന് ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ലേവി ജോസഫ് ഐക്കര സമാപന സന്ദേശം നൽകുന്നതോടെ കൺവെൻഷൻ സമാപിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് എന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഇത്തവണ കുറവ്. ശക്തമായ മഴയും കാറ്റും. ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയും കാറ്റും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.